വൈക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ കുമരകത്തിനടുത്തുള്ള മലരിക്കൽ പാടശേഖരത്തേക്കാണ്. മലരിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം പിടികിട്ടും. അവിടുത്തെ ആമ്പൽ വസന്തം അത് കാണാനായിട്ടാണ് നമ്മളും ഇന്ന് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂർ എടുക്കും മലരിക്കലേക്ക് എത്താനായിട്ട്. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് വിടർന്ന് നിൽക്കുന്ന ആമ്പലുകൾ കാണാൻ പറ്റുള്ളൂ. നമ്മൾ വെളുപ്പിനെ 4:30 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ കൂടെയുള്ളത് ജസ്റ്റിനും ബാവുക്കുട്ടനുമാണ്. നമ്മൾ 3 പേരുമാണ് ഇന്ന് മലരിക്കലേക്ക് പോകുന്നത്. മറ്റു ചിലർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവരെപ്പോഴത്തേക്ക് അവിടെ എത്തുമെന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾ മലരിക്കലേക്ക് പോകുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കഴിയുന്നതും ഒരുപാട് വെയിലാകുന്നതിന് മുമ്പ് തന്നെ, അതായത് അതിരാവിലെ തന്നെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടുത്തെ ആ ഒരു ശരിക്കുള്ള പൂക്കൾ കാണാൻ പറ്റുന്നത്. നമ്മളങ്ങനെ തണ്ണീർമുക്കം ബണ്ടൊക്കെ കടന്ന് നേരെ കുമരകത്തേക്കാണ് പോകുന്നത്. നമുക്ക് മുമ്പിൽ ഈ കാണുന്നതാണ് കാഞ്ഞിരം ജമാഅത്ത് പള്ളി. അതുപോലെ തന്നെ മുന്നിൽ കാണുന്ന ആ ബ്രിഡ്ജ് കാഞ്ഞിരം ബ്രിഡ്ജാണ്. ഇതിന് താഴെ ആയിട്ടാണ് കാഞ്ഞിരം ജെട്ടി വരുന്നത്. ഈ ബ്രിഡ്ജ് കയറിയാണ് നമ്മൾ മലരിക്കലേക്ക് പോകുന്നത്. മുമ്പ് ഈ ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് ഇവിടെ കടത്തായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിഡ്ജ് കയറി നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് പേര് റോഡിന്റെ സൈഡിൽ പാർക്കിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ വള്ളത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടൊക്കെ കുറെ പേര് ഇവിടെ റോഡിന്റെ സൈഡിൽ നിൽപ്പുണ്ട്. നമ്മുടെ വലതുവശത്ത് കാണുന്ന ഈ പാടശേഖരങ്ങളിലും ആമ്പൽപ്പൂക്കൾ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ എന്ന് പറഞ്ഞാലും ഇതല്ല ശരിക്കുള്ള മലരിക്കൽ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ എൻഡിലെത്തിയിട്ട് അവിടുന്നാണ് ചെറുവള്ളങ്ങളിലും മലരിക്കലേക്ക് പോകുന്നത്. അത് ഈ കാണുന്ന പാടശേഖരമല്ല മലരിക്കൽ. പലരും ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവർ അവരെ വണ്ടി നിർത്തിച്ച് ഇവിടെ ഇറക്കി ഈ പാടശേഖരത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശരിക്കും ഇതല്ല. നിങ്ങൾ വരുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതല്ല മലരിക്കൽ എന്ന് പറയുന്നത്. നമ്മളിവിടെ വരുമ്പോൾ നമ്മളോടും പറഞ്ഞത് മലരിക്കൽ ഇപ്പോൾ വള്ളമൊന്നും പോകുന്നില്ല, അവിടെ വെള്ളം കുറവാണ്, അവിടെ പൂക്കളൊന്നും ഇല്ല, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് നമ്മളോടും ഇവിടെ നിന്ന് 1-2 പേര് പറഞ്ഞിരുന്നു. എന്തായാലും നമ്മളിവിടെ ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ മലരിക്കലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതാണ് നമ്മൾ മുന്നേ പറഞ്ഞ ആ റോഡിൻ്റെ എൻഡ്. ഇവിടെ വന്ന് വളഞ്ഞ് നമ്മളിവിടെ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ബിനു എന്നാണ് ആളുടെ പേര്. അപ്പോൾ നമ്മൾ ആളുടെ വള്ളത്തിലാണ് ഇവിടുത്തെ ആമ്പൽപ്പൂക്കൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ വണ്ടി ഇട്ട സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നിലേക്ക് നടന്ന് വേണം ചേട്ടൻ്റെ വള്ളം കിടക്കുന്ന ആ പാടത്തിൻ്റെ സൈഡിലേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മളൊരു പഴയ വീടിൻ്റെ സൈഡിലൂടെ കയറി നമ്മൾ ആ പാടത്തിൻ്റെ സൈഡിലേക്ക് എത്തി. പക്ഷെ എന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ ഉടനെ വള്ളത്തിൽ പോകാൻ പറ്റില്ല. നമ്മൾ നേരത്തെ വന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ കൂടെയുള്ള 2-3 കുരങ്ങന്മാർ വരുന്നത് ഇനിയും ലേറ്റാകും. 1/2 മണിക്കൂറോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കുറച്ച് പേരിവിടെ നിൽക്കുന്നവർ, ഇവിടെ ഉള്ളവർ മാത്രമേ ഇവിടെ ഇത് ചെയ്യുള്ളൂ. ബാക്കിയുള്ളവരാരും ഇത് ചെയ്യത്തില്ല. ഇത് എത്ര മാസം എന്ന് പറയാ? ജൂലൈയിൽ തുടങ്ങിയിട്ട് ഇത് ഈ പറയുന്ന പോലെ ഒക്ടോബറിൽ തീരും. ഒരു വർഷത്തില് 3 മാസം ഇതിന്റെ ഒരു ഇത് കിട്ടും. അത്യാവശ്യം നല്ല, എല്ലാവർക്കും അത്യാവശ്യം വരുമാനവും കാര്യങ്ങളും ഒക്കെ ആണല്ലേ. 3 മാസം കൊണ്ട് ഇവിടെ മൊത്തത്തിൽ 100 വള്ളം ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളം പറ്റിയ കാരണം 50 പോയിട്ടുണ്ട്. എങ്ങോട്ട് പോകും അപ്പൊ ഈ വള്ളം? ഓക്കെ. ഇവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ല. അതെന്താണ് അത് ഓടാത്തത്? ഇതില് അതാണെങ്കിൽ അതെ ഉറച്ചിരിക്കും. ഇതിപ്പോ എത്ര നാളായി ഇവിടെ ഇങ്ങനെ ഈ പരിപാടി? ഇതിങ്ങനെ ഇതായിട്ട് എത്ര വർഷമായി? 2018 പ്രളയം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിങ്ങനെ അറിയപ്പെട്ടു വന്നത്. പക്ഷെ ആരും പുറത്തോട്ട് അറിയുന്നില്ല. നിങ്ങളും അത് ശ്രദ്ധിക്കുന്നില്ല. എന്നും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. ഒരു പുതുമ ആൾക്കാർ മൊത്തം വന്നിരിക്കുന്നു. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വട്ടവടയിൽ വെച്ചിട്ടൊരു ഫാമിലിയെ കണ്ടപ്പോൾ അവര് ഇവിടുന്ന് മലരിക്കൽ കണ്ടിട്ടാണ് വട്ടവടയ്ക്ക് വന്നത്. ഇവിടെ കൊച്ചി
അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ആ ഒരു അരമണിക്കൂർ നേരം ഇവിടുത്തെ ഈ പാടശേഖരത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഏകദേശം 1000 ഏക്കറിനടുത്ത് വരുന്ന പാടശേഖരമാണിത്. വർഷത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ തൊട്ട് ഒക്ടോബർ വരെ ആണ് ഇവിടെ ഈ ആമ്പൽ പൂക്കളുടെ ഒരു സീസൺ ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ സമയത്തും ഇവിടെ ശരിക്കും നെൽകൃഷിയാണ് നടക്കുന്നത്. ഈ വർഷം ആമ്പലിന്റെ സീസൺ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഏകദേശം ജൂണോടുകൂടി ആമ്പൽ പൂക്കളുടെ ആ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത് ജൂലൈയിലാണ് സ്റ്റാർട്ട് ആകുന്നത്, പക്ഷെ ഇപ്രാവശ്യം അത് ഇത്തിരി നേരത്തെ സ്റ്റാർട്ടായി. ഇവിടെ ഈ പാടത്ത് കൃഷി ഇറക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും ഒരു ഇടക്കാല ആശ്വാസം എന്നതാണ് ഈ പറയുന്ന ആമ്പൽ വസന്തം. ഏകദേശം ഒരു വർഷം 4 മാസം അല്ലെങ്കിൽ ഒരു 5 മാസം ഇവർക്ക് ഇതിൽ നിന്നും ഒരു ചെറിയ വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളും കൂടെ എത്തി. നമ്മൾ നേരെ ആമ്പൽപ്പൂക്കൾ കാണാനായിട്ട് പോവുകയാണ് ബിനിച്ചേട്ടൻ്റെ കൂടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യം ഈ ഭാഗത്തേക്ക് ടൂറിസ്റ്റുകൾ അധികം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ അവിടെ റോഡിന്റെ സൈഡിൽ വെച്ചിട്ട് അവർ നമ്മൾ അവിടെ പിടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന സ്ഥലത്ത് അധികം തിരക്കില്ലെന്നുള്ളതാണ്. വള്ളങ്ങളും കുറവാണ് ഇവിടെ. തിരക്ക് കുറവുള്ളത് നമുക്കൊരല്പം ഉപകാരമായെന്ന് തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിരക്ക് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ ആ ഒരു ഭംഗിയും മനോഹാരിതയും പലപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് തന്നെയാണ് ശരി. രണ്ടായിരത്തി 18 പ്രളയം കഴിഞ്ഞതോടുകൂടിയാണ് മലരിക്കലെ ആമ്പൽ വസന്തം ശരിക്കും പറഞ്ഞ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ, അതായത് 2018 തൊട്ട് 2025 ആകുമ്പോഴത്തേക്കും മലരിക്കൽ ഏകദേശം 100ഓളം വള്ളങ്ങളാണ് ടൂറിസ്റ്റുകളുമായിട്ട് ഇവിടെ സവാരി നടത്തുന്നത്. ഏകദേശം ഒക്ടോബർ മാസത്തിന്റെ പകുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒക്ടോബർ അവസാനത്തോടുകൂടി ഈ പാടശേഖരത്തിൽ നിന്നുള്ള വെള്ളം എല്ലാം മോട്ടോർ വെച്ച് പറ്റിക്കും. അതിനുശേഷം ഇവിടെ ട്രാക്ടർ ഇറക്കി ഉഴുതുമറിച്ച് ഈ ആമ്പലിന്റെ വിത്തുകൾ കംപ്ലീറ്റ് മണ്ണിന്റെ അടിയിലേക്ക് പോകും. ആ മണ്ണിന് മുകളിൽ ഇവര് നെൽകൃഷി നടത്തുവാണ് പതിവ്. നിങ്ങൾ ശരിക്കും ഉള്ള മലരിക്കലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പാടശേഖരത്തിന് നടുവിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ശരിക്കുള്ള മലരിക്കലാണോ എത്തിയിരിക്കുന്നതെന്ന്. ഈ കാണുന്നതാണ് ആ ഒരു ക്ഷേത്രം. നമ്മൾ മുന്നേ പറഞ്ഞ ശ്രീ വലിയ വീട്ടിൽ ദേവീ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇവിടെ മേടമാസത്തിലാണ് ഉത്സവം നടക്കുന്നത്. വെള്ളപ്പൊക്ക സമയത്ത് നമുക്ക് ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ വള്ളത്തിൽ തന്നെ വരാൻ പറ്റുള്ളൂ. അതല്ല വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഈസി ആയിട്ട് ബൈക്ക് ഓടിച്ചെത്താൻ പറ്റും ഇങ്ങോട്ടേക്ക്. നമ്മളിവിടെ വന്നിറങ്ങുമ്പോഴത്തേക്കും കുറച്ച് ചേച്ചിമാരിവിടെ ആമ്പൽപ്പൂക്കൾ കെട്ടുകളായിട്ട് വിൽക്കാൻ കൊണ്ട് നടക്കുന്നുണ്ട്. 30 രൂപയാണ് അവർ മേടിക്കുന്നത്. അതുപോലെ തന്നെ 1 മണിക്കൂർ നേരം നമ്മളെ ഈ പാടശേഖരത്തുകൂടെ ഈ വള്ളത്തിൽ കൊണ്ടുപോകുന്നതിന് 1000 രൂപയാണ് ഇവിടുത്തെ പഞ്ചായത്ത് നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പഞ്ചായത്ത് നിശ്ചയിച്ചിരിക്കുന്ന റേറ്റാണ് ഈ ആമ്പൽപ്പൂക്കൾ വിൽക്കുന്നതും 30 രൂപ ഒരു കെട്ടെന്നുള്ളത്. 2 കളർ ആമ്പലുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളവർ പറയുന്നത് അവർക്ക് ഈ ഒരു കാഴ്ചകൾ അത്ര വലിയൊരു പുതുമയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് ഒരുപാട് വർഷങ്ങളായിട്ട് സ്ഥിരം കാണുന്ന കാഴ്ചകളാണ്. പക്ഷേ ഇത് നമ്മൾ പുറമേന്ന് വരുന്നവർക്ക് ഇതൊരു വല്ലാത്ത അനുഭൂതി തരുന്നൊരു കാഴ്ച തന്നെയാണ്. ഇത്രയും വലിയൊരു പാടശേഖരത്ത് ഇത്രയധികം പൂക്കൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു വല്ലാത്തൊരു ഫീലാണത്. അത് അതിരാവിലെ നമ്മൾ വരുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നതും ആ ഒരു പൂക്കളുടെ നിറവും ആ പൂക്കൾ ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ലൊരു മനസ്സിന് ഭയങ്കര ആശ്വാസം തരുന്നൊരു കാഴ്ചയാണത്. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളും ഈ ആമ്പലും ഈ പാടശേഖരവും ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും എല്ലാം ചേർന്നൊരുക്കുന്ന ഒരു വിരുന്നുണ്ടല്ലോ, ആ കാഴ്ചയുടെ വിരുന്ന് അതിമനോഹരമാണ്. നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ലേ പറ്റും പോലെ ഇവിടെ വർഷത്തിൽ 5 മാസമാണ് ഇതുണ്ടാകുന്നത്. അത് ജൂൺ തൊട്ട് ഒക്ടോബർ വരെ ആയിരിക്കും. ആ ഒരു സമയത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ സമയം കിട്ടുമ്പോൾ ഇതൊന്ന് വന്ന് കണ്ടിരിക്കണമെന്നുള്ളതാണ്. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ചുറ്റും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ കാഴ്ചകളിലേക്ക് മറ്റാരെങ്കിലുമൊക്കെ മുഖാന്തരമാണ് നമ്മൾ വന്ന് എത്തിപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ഒരു അറിവ് നമുക്ക് കിട്ടിയാൽ
ആ കാഴ്ചകൾ നമ്മളും തേടി പോകണം, അല്ലെങ്കിൽ ആ കാഴ്ചകളിലേക്ക് നമ്മളും എത്തിച്ചേരണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പൂ പറിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ ബിനുചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് പൂ പറിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആവശ്യത്തിനുള്ള പൂ പറിച്ചോ എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അവിടുത്തെ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് ഒരു 2 കെട്ട് പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് പൂ പറിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നേരം നമ്മളും ആ പാടശേഖരത്ത് ആമ്പൽപ്പൂക്കളുടെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ആമ്പൽപ്പൂക്കളെല്ലാം പറിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കരയിലേക്ക് പോവുകയാണ്. ശരിക്കും ഈ പാടത്ത് അത്രയും വലിയ താഴ്ചയൊന്നുമുള്ള സ്ഥലമല്ല. ശരിക്കും ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അരയൊപ്പം വെള്ളമേ ഇവിടെ ഉള്ളു. അതുകൊണ്ട് മുങ്ങിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ വരുമ്പോഴത്തേക്ക് അവരവരുടെ ഫോണ് അതുപോലുള്ള കാര്യങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വെള്ളത്തിൽ പോയാൽ കിട്ടാൻ വലിയ പാടാണ്. അഥവാ കിട്ടിയാലും അത് പഴയതുപോലെ വർക്ക് ചെയ്യണമെന്നുമില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് കരയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നമ്മളോട് ബിനുചേട്ടൻ പറഞ്ഞു ഇവിടെ നല്ല കള്ള് കിട്ടും, അതുപോലെ തന്നെ നല്ല ഫ്രഷ് വരാല്, ഇവിടെ ചൂണ്ടയിട്ട് പിടിക്കുന്ന വരാല് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറച്ച് കള്ളും വരാലും ഒക്കെ മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. നമ്മൾ മലരിക്കലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് പേര് അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനായിട്ട് അവിടത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഏകദേശം ഒക്ടോബർ ലാസ്റ്റ് വരെ ഈ കാഴ്ചകൾ ഇവിടെ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് കഴിയുന്നതും നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ അവിടെ പോയി ആ കാഴ്ചകൾ കാണുക. അപ്പോൾ വീണ്ടും മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.